പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി മഹോത്സവ ആറാട്ടിനോടനുബന്ധിച്ച് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു. റൺവേയിലൂടെയാണ് ആറാട്ട് സംഘം ശംഖുമുഖം കടപ്പുറത്തേക്ക് എത്തുക. വിവരങ്ങളുമായി വി എസ് അനു ആണ് ചേരുന്നത്. വി എസ് അനു, ഇത് എല്ലാ വർഷവും നടക്കുന്ന ഒരു ആചാരമാണ്. വിശ്വാസത്തിന്റെ പേരിൽ, ആചാരത്തിന്റെ പേരിൽ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ വരെ നിർത്തിവെച്ചുള്ള ചടങ്ങ്, എത്രമാത്രം ആളുകളാണ് ഇതിലേക്ക് പങ്കെടുത്തത്? ചടങ്ങ് എങ്ങനെയാണ് നടന്നത്? തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഈ എല്ലാ വർഷവും നടക്കുന്ന പൈങ്കുനി മഹോത്സവത്തിന്റെ അവസാനത്തോടുള്ള ആറാട്ടാണ്. ഈ ആറാട്ട് സംഘം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ നിന്നും ഇറങ്ങുകയും അത് കടന്നു പോകുന്നത് വള്ളക്കടവ് വഴി തിരുവനന്തപുരം വിമാനത്താവളത്തെ റൺവേയിലൂടെയാണ്. 1932 വിമാനത്താവളം പ്രവർത്തനം ആരംഭിക്കുന്നത്. ആ സമയത്ത് ഈ വിമാനത്താവളത്തിന് വേണ്ടി ഭൂമി വിട്ടു നൽകുമ്പോൾ അന്ന് തന്നെ തിരുവിതാംകൂർ രാജകുടുംബം, അന്ന് ചിറ്റതിരുന്നാൾ ബാലരാമവർമ്മ പറഞ്ഞത് ഈ 2 ദിവസം, അതായത് പൈങ്കുനി ദിവസവും അൽപ്പശ ദിവസവും, ഈ 2 ആറാട്ട് സമയങ്ങളിൽ വിമാനത്താവളത്തിലൂടെ ആറാട്ട് സംഘത്തിന് കടന്നു പോകാനുള്ള അനുവാദം നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിപ്പോഴും തുടരുന്നു. അദാനി തിരുവനന്തപുരം വിമാനത്താവളം ഏറ്റെടുത്ത ശേഷവും ഈ ചടങ്ങുകൾക്ക് മാറ്റമില്ല. 5 മണിക്കൂറാണ് ഒരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ എല്ലാ പ്രവർത്തനവും നിർത്തിവെച്ചുകൊണ്ട് ഒരു ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ട് നിർത്തിവെക്കുന്നത്. ലോകത്ത് ആദ്യമായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരേ ഒരിടത്തെ ആയിരിക്കണം ഏതെങ്കിലും ആരാധനയുമായി ബന്ധപ്പെട്ട വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിന്റെ പേരിൽ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം നിർത്തിവെക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഈ പൈങ്കുനി മഹോത്സവത്തിന്റെ അവസാന ആറാട്ടിനാണ് ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 3 പ്രധാന പ്രതിഷ്ഠകൾ, അതായത് പത്മനാഭസ്വാമി, അതുകൂടാതെ തന്നെ തിരുവമ്പാടി ശ്രീകൃഷ്ണ ഉൾപ്പെടെയുള്ള 3 വിഗ്രഹങ്ങൾ ഇപ്പോൾ ശംഖുമുഖത്തേക്ക് എത്തുന്നത്. ഇവിടെ ആറാട്ടിന് ശേഷം തിരികെ വിമാനത്താവളത്തിന്റെ റൺവേ വഴി തന്നെയാണ് അവർ തിരികെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് മടങ്ങുന്നതും. സ്വാതി. ശരി വി എസ് അനു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തിനോടനുബന്ധിച്ചാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെ ആറാട്ട് സംഘം കടന്നു പോകുന്നത്. ഇത് സംബന്ധിച്ച് വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങളും ഇപ്പോൾ നിർത്തി വെച്ചു.